വർഷങ്ങൾക്കു ശേഷം ചെയ്ത കുറ്റത്തിന് മായ ശിക്ഷ അനുഭവിച്ച് ജയിൽവാസം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന ദിവസം ഒരിക്കൽ ഉത്സാഹവും ആവേശവും തിടുക്കമുള്ളതുമായ പെൺകുട്ടിയായിരുന്ന മായ ഇപ്പോൾ ജീവിതത്തിന്റെ കഠിന പാഠങ്ങൾ പഠിച്ച് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന നിശബ്ദതയുമായി മാറിയിരിക്കുകയാണ്. ആവേശവും കോപവും കൊണ്ട് തീരുമാനങ്ങൾ എടുത്തിരുന്ന മായ ഇപ്പോൾ ഏറെ സമാധാനപരവും ചിന്താശേഷിയുള്ളതുമായ സ്ത്രീയായി മാറി. ജയിൽവാതിൽക്കൽ അവളെ കാത്തു നിൽക്കുന്നത് ഡോക്ടർ ശ്രീനിവാസ് ആണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവന്റെ സ്നേഹം ഒരു നിമിഷം പോലും കുറയാത്തതിന്റെ തെളിവായി. എന്നാൽ മായയുടെ മനസ്സ് ഇപ്പോഴും ഭാരം നിറഞ്ഞതാണ്. തന്റെ അമ്മയായ വസുന്ധരാദേവിയുടെ നഷ്ടവും സ്വന്തം കൈകളാൽ ചെയ്ത പാപത്തിന്റെ ഓർമ്മകളും അവളെ പിന്തുടരുന്നു. പഴയതെല്ലാം ഓർത്തെടുത്ത മായ എല്ലാവരുടെയും വിശേഷങ്ങൾ തിരക്കുന്നതിനിടയിൽ ശിവപ്രസാദ് അങ്കിൾ മരിച്ചതായി മായ അറിയുന്നു. മായയുടെയും ശ്രീനിവാസിന്റെയും ആദ്യകാല ജീവിതം അത്ര ശാന്തമായിരുന്നില്ല. സമൂഹം മായയെ അംഗീകരിക്കാൻ തയ്യാറായില്ല. കൊലപാതകി എന്ന മുദ്ര അവളെ വീണ്ടും വീണ്ടും തകർത്തു. എന്നാൽ ശ്രീനിവാസ് അവളുടെ കൂടെ ഉറച്ചു നിന്നു. അമ്മ അവളുടെ മാനസിക ശക്തിക്ക് പിന്തുണ നൽകുകയും ചെയ്തു. കുറച്ചു നാളുകൾക്ക് ശേഷം മായ തന്റെ അമ്മയുടെ പാത പിന്തുടരാൻ തീരുമാനിക്കുന്നു. സംഗീതം. വസുന്ധരാദേവിയുടെ ഓർമ്മകളെ സാക്ഷിയാക്കി മായ വീണ്ടും സംഗീത ലോകത്തേക്ക് കടക്കുന്നു. ആദ്യം ചെറിയ വേദികൾ, പിന്നീട് വലിയ സദസ്സുകൾ. അവളുടെ ശബ്ദത്തിലുള്ള വേദനയും സത്യവും ജനങ്ങളുടെ ഹൃദയം കീഴടക്കുന്നു. അവൾക്കിനി കൊലപാതകി എന്നല്ല, പ്രശസ്ത ഗായിക വസുന്ധരാദേവിയുടെ മകൾ എന്ന അംഗീകാരം ലഭിക്കുന്നു. മായ തന്റെ അമ്മയായ വസുന്ധരാദേവിയുടെ ഓർമ്മ നിലനിർത്താൻ ഒരു ട്രസ്റ്റ് ആരംഭിക്കുന്നു. സംഗീത വിദ്യാർത്ഥികൾക്ക് സഹായം നൽകുന്ന ഒരു സ്ഥാപനം. അതിലൂടെ അവൾ തന്റെ അമ്മയുടെ സ്വപ്നങ്ങൾ ജീവിപ്പിക്കുന്നു. വിനോദ് ശങ്കർ തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് മായയോട് അച്ഛൻ എന്ന നിലയിൽ അടുപ്പം വളർത്താൻ ശ്രമിച്ചു. ആദ്യം മായയ്ക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാൻ കുറച്ചു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും കാലക്രമേണ അവൾ ക്ഷമിക്കാൻ പഠിച്ചു. അവരുടെ ബന്ധം വൈകിയെങ്കിലും ആത്മാർത്ഥമായൊരു അച്ഛൻ മകൾ ബന്ധമായി മാറി. തന്റെ ഏറ്റവും നല്ല സുഹൃത്ത് തന്നെ തന്റെ സഹോദരിയാണെന്ന് മായ മനസ്സിലാക്കിയപ്പോൾ ഉണ്ടായ ഞെട്ടൽ പിന്നീട് വളരെ ശക്തമായ ഒരു സ്നേഹബന്ധമായി വളർന്നു വന്നു. അവർ രണ്ടുപേരും പഴയതിനേക്കാൾ കൂടുതൽ സ്നേഹം പങ്കുവെച്ച് വസുന്ധരാദേവിയുടെ ഓർമ്മ നിലനിർത്താൻ ശ്രമിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം മായ ഒരു പ്രശസ്ത ഗായികയായി മാറുന്നു. എന്നാൽ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം പ്രശസ്തിയല്ല, അവൾ തന്റെ വേദനയെ ശക്തിയാക്കി മാറ്റിയതാണ്. ഒരു ദിവസം ഒരു വലിയ സംഗീത കച്ചേരിയിൽ അവൾ തന്റെ അമ്മയുടെ പഴയ പാട്ട് ആലപിക്കുമ്പോൾ മുൻനിരയിലിരിക്കുന്ന ശ്രീനിവാസിന്റെ കണ്ണുകളിൽ നിറയുന്നത് അഭിമാനത്തിന്റെ കണ്ണുനീർ. അവരുടെ പ്രണയം ഇപ്പോൾ അതിജീവനത്തിന്റെയും ക്ഷമയുടെയും പ്രതീകമായി മാറിയിരിക്കുന്നു. എല്ലാത്തിനും ഒരാശ്വാസം എന്ന പോലെ കുറച്ചു നാളുകൾക്ക് ശേഷം അവർക്ക് ഒരു മകൾ കൂടി ജനിക്കുന്നു. മായ തന്റെ അമ്മയുടെ പേരായ വസുന്ധര എന്ന പേര് അവൾക്കിടുന്നു. പാവപ്പെട്ട വിദ്യാർത്ഥികളെ സംഗീതം പഠിപ്പിക്കുന്നതിനായി ഒരു സംഗീത അക്കാദമി കൂടി അവൾ ആരംഭിക്കുന്നു. കാലം കടന്നപ്പോൾ സമൂഹത്തിന്റെ വിലയിരുത്തലുകൾ കുറയുകയും മായയുടെ പ്രവർത്തനങ്ങൾ അവൾക്ക് ബഹുമാനം നേടിക്കൊടുക്കുകയും ചെയ്തു. ശ്രീനിവാസും മായയും അവരുടെ മകൾ വസുന്ധരയും ഒടുവിൽ ഒരു സാധാരണ ജീവിതത്തിലേക്ക് കടക്കുന്നു. വസുന്ധര തന്റെ അമ്മയുടെ കൂടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സഹായിച്ചു. തന്റെ അച്ഛന്റെയും അമ്മയുടെയും ജീവിതത്തിലെ അനുഭവങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കിയ മകൾ വസുന്ധര അച്ഛന്റെയും അമ്മയുടെയും വിവാഹം തനിക്ക് കാണണമെന്ന് വാശി പിടിക്കുന്നു. അവളുടെ നിർബന്ധപ്രകാരം അവർ ഒരിക്കൽ കൂടി വിവാഹം കഴിക്കുന്നു. സ്നേഹബന്ധങ്ങളുടെ മൂല്യം അറിയാവുന്ന അവർ ഏതു പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ടു നീങ്ങാനുള്ള ഊർജവും കരുതി ജീവിതം നയിക്കുന്നു.